ഈ മഞ്ഞ റോസയും പിടിച്ച് മഞ്ഞ ഡ്രസ്സ് വിട്ട് നിൽക്കുന്ന എനിക്ക് ചെടികളോടൊന്നും വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു കേട്ടാ. താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ച് വലിയ രീതിയിലൊന്നും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നേ. ഇപ്പം അത്യാവശ്യം എവിടെ കണ്ടാലും വണ്ടി നിർത്തി ഒരെണ്ണമെങ്കിലും വാങ്ങിച്ചിട്ട് പോകും. നമ്മളൊരു പഴഞ്ചൊല്ല് പറയത്തില്ലേ, ചാരിയെ ചാരിയത് മുണക്കൂന്ന്. അതേപോലെ തന്നെ കേട്ടാ. ഇതിനുള്ള റീസൺ എൻ്റെ കെട്ടിയോൻ തന്നെയാണ്. പുള്ളിക്കാരന് ചെടിയും കായും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എവിടെ കണ്ടാലും ചെടി അല്ലെങ്കിൽ ഇതേപോലുള്ള അകത്ത് ചീര കാര്യങ്ങളൊക്കെ വാങ്ങും കേട്ടാ. അപ്പം അങ്ങനെ ഞാനും ഇതിലോട്ടൊരു ചെറിയ ഭാഗമായി മാറി. അപ്പം കൺകുരു ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വേദനയുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ബൊഗെയിൻവില്ല റെഡ് കണ്ടത്. നല്ല ഇൻട്രസ്റ്റ് ആയി ഇതിൽ വാങ്ങിക്കാൻ. അപ്പം വെറുതെ ഇതിന് റേറ്റ് ചോദിച്ചപ്പോൾ 2000 രൂപ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തില്ല. അങ്ങനെ നമ്മൾ വാങ്ങിച്ച അൽക്കുലത്തെ ചെടിയെല്ലാം ചേട്ടൻ പാക്ക് ചെയ്ത് കൂട്ടുകാരൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ കൊണ്ടുവച്ചത്. കാരണം നമ്മൾ ബുള്ളറ്റിലാണ് പോയത്. അപ്പോൾ അതിൽ തൂക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലായിരുന്നു. ബാക്കി വന്നൊരു എക്സ്ട്രാ ചെടി ഞാൻ കയ്യിലും പിടിച്ചിട്ടുണ്ടായിരുന്നേ. ഈ മഞ്ഞ റോസ് തന്നെ സഞ്ചരിച്ച് പോകുന്നതല്ല, ഞാൻ വീട്ടിലേക്ക് അനിയത്തിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു സീഡ് എടുത്തതാണ് കേട്ടാ. അവൾക്ക് ഇഷ്ടമായിരുന്നു മഞ്ഞ റോസ്. അങ്ങനെ അത് കൊടുത്തതിൻ്റെ സന്തോഷം അവൾക്കുണ്ട്. പക്ഷെ നോമ്പായതുകൊണ്ട് അവൾ ആ ക്ഷീണമാണ്. അപ്പം അങ്ങനെ അവളുടെ ചെടിയൊക്കെ ഒരു സ്ഥലത്ത് സമാധിയാക്കി നേരെ വീട്ടിലേക്ക് പോയി. നമ്മൾ വാങ്ങിയ റോസ എല്ലാം വേറൊരു ചട്ടിയിലേക്ക് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനല്ല, കെട്ടിയോനാണേ.